എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്യാം മോഹൻ, കോട്ടയം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫുൾ പാക്കേജിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു പുതിയൊരു മൃദംഗം. അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്തു. കുറേ പേരിനെ വിളിച്ചിരുന്നു, ഒരുപാട് കമൻസുകൾ കിട്ടി. അപ്പം ഒരുപാട് സന്തോഷം തോന്നി. പല ആൾക്കാരെ വിളിച്ചിട്ട് അത് അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ എന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞാനൊരു കൗതുകം ഉള്ളൊരു വീഡിയോ ആണ്, സ്പെഷ്യൽ വീഡിയോ ആണ്. 2 തബലയാണ്. തബല ഇപ്പോൾ നോർമലി എല്ലാവരും തബല ചെയ്യുന്നതാണ്. ഞാൻ ചെയ്തതിൻ്റെ തബലയായിട്ട് തന്നെ സെയിം തന്നെ. പക്ഷേ ഇതിൻ്റെ കൗതുകം എന്താ വെച്ചാൽ ഒരു എ ഷാർപ്പും ഒരു ഡി ആണ്. ഇത് ഡി ഷാർപ്പ്, ഇയും എഫും എഫ് ഷാർപ്പും വയ്ക്കാൻ പറ്റുന്നൊരു തബലയാണിത്. ഇത് ഞാൻ പിന്നെ പറയാം. അപ്പം ഇതിനെക്കുറിച്ച് കേൾക്കാം. അപ്പം ഇത് തിരുവല്ലയുള്ള അനീഷേട്ടൻ്റെ തബലയാണ്. അനീഷേട്ടൻ അമൃതാനന്ദ ആശ്രമത്തിലെ തബല പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് ദുബായിലുള്ള ആശ്രമത്തിലെ നവീൻ ചേട്ടൻ്റെ തബലയൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അനീഷേട്ടൻ്റെ എ ഷാർപ്പ്, ഇപ്പോൾ ഇത് എഫ് ഷാർപ്പേ ഉള്ളൂ. വാർ പിടിച്ച് എ ഷാർപ്പ് ആക്കണം. അപ്പോൾ ഞാൻ രാവിലെ ഇത് ചാട്ടിക്ക് വെട്ടി ഇത് മൂട്ടെല്ലാം പേപ്പറെല്ലാം പിടിച്ച് ഫിനിഷ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മൂട്ടിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചോർതൊലി, ഈ സൗണ്ട് കേൾക്കുന്ന ഈ ചോർതൊലി അകത്തുനിന്ന് ഇങ്ങനെ കയറി ഇരിക്കുകയാണ്, പുറത്തോട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ബാക്കി ഇങ്ങനെ കയറി പോന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ടോണ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ടോണൊന്ന് കേട്ട് നോക്കാം. ഒരു പക്വാജ് തബലയാണ് ബേസ് കേട്ടോ. ഇങ്ങനെ തുൻ വായിക്കുമ്പോഴത്തേക്കിന് ആ എയർ പോകുന്നതുകൊണ്ട് ആ ടോൺ വ്യത്യാസമുണ്ട്. പക്ഷേ നായും തിന്നും കൃത്യമായിട്ടും കേൾക്കാൻ പറ്റും. ഇതിപ്പോൾ ലെതറല്ലേ, എങ്ങനെ ടൈറ്റായി നിൽക്കുകയല്ലേ. ഇത് എപ്പോഴാണ് മൂട്ട് കയറിപ്പോന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും വളരെ അപൂർവമായിട്ട് ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഞാനിത് വേറെ മൂട്ട് മാറ്റി ചെയ്യും. അപ്പോൾ ഇങ്ങനെ മൂട്ടിങ്ങനെ കീറിപ്പോട്ട് അതിനെ ടോൺ ഇങ്ങനെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ നെക്സ്റ്റ് ഈ തബല കണ്ടു നോക്കാം. ഇതൊരു 5.5 ഇഞ്ച് ഭാവിച്ചാലുള്ള തബലയാണ്. കറക്റ്റ് 5.5 ഇഞ്ചാണ്. ഒരു ലേശം ഒരു പൊടിക്ക് ഒരു കുറവുള്ളൂ. 5.5 ഇഞ്ചിൽ ഒരു നൂല് കുറവില്ല. ഒരു അര നൂലിൽ കുറവ് വ്യത്യാസമുള്ളൂ. അത് കെട്ടി മൂട്ട് കട്ട ഒതുങ്ങിയതാണ് ശരിക്കും. നമ്മൾ 5.5 ഇഞ്ചിൻ്റെ കുറ്റി ഉണ്ടാക്കിയാലും കുറേ പ്രാവശ്യം മൂട്ടടിക്കുമ്പോഴത്തേക്കിന് ഒരു അര നൂല് കുറയും. കാരണം ഈ വക്ക് തടി ഇങ്ങനെ ചതഞ്ഞ് അകത്ത് കുറയും. അങ്ങനെ കുറഞ്ഞൊരു വ്യത്യാസമുള്ളൂ. കറക്റ്റ് ഷാർപ്പായിട്ട് 5.5 ഇഞ്ചുള്ള വീച്ചുള്ള തബലയാണിത്. ഇതിപ്പം ഡി ആണുള്ളത്. നമുക്ക് കേൾക്കുന്നു. നമുക്കിതിന് ഈക്കൊന്ന് ചേർന്ന് നോക്കാം. എന്തായാലും ഫൈൻ ട്യൂൺ ചെയ്തിട്ടില്ല. ഏകദേശം ഈ ഒരു അടുത്ത് വന്ന് നമുക്ക് എഫിനാക്കി നോക്കാം. അപ്പോൾ ഡി തൊട്ട് ഡി ഷാർപ്പ്, ഇ, എഫ് വരെ കയറ്റി വേണമെങ്കിൽ നമുക്ക് എഫ് ഷാർപ്പിലാക്കാൻ പറ്റും. ജീവനെ കയറത്തില്ല. 5.5 ഇഞ്ച് വീച്ചുണ്ടെന്ന് നോക്കണം. 5.5 ഇഞ്ച് വീച്ചുള്ളത് എഫ് വരെ നമുക്ക് ഒരു ഡിക്കുള്ള ചോറ് കുറച്ചല്ല എഫിനാക്കിയത്. ഡിക്കുള്ള ചോറിലാണ് ഇത് എഫ് ആക്കി വെച്ചിരിക്കുന്നത്. അത് റിട്ടേൺ ഇറക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇറങ്ങി കിട്ടും.
അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതുപോലുള്ള നല്ല തബലയാണ് മൃദംഗത്തിനാണ് എന്നെ കോൺടാക്ട് ചെയ്യാൻ. എൻ്റെ നമ്പർ 9747784977 ശ്യാം മോഹൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.